അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഞങ്ങളിപ്പോൾ കാശ്മീരിലാണുള്ളത്. SKSF ദേശീയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ദുബായ് സ്റ്റേറ്റ് SKSFിൻ്റെ സഹായത്തോടുകൂടി നിർമ്മാണം പൂർത്തീകരിച്ച കമ്മ്യൂണിറ്റി ലേണിംഗ് സെൻറ്ററിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയാണ് ഞങ്ങളിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. നിരവധി CLCകൾ കേരളത്തിന് പുറത്ത് ദേശീയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നിർമ്മിച്ച് സമൂഹത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ട്. 2-3 ആഴ്ചകൾക്ക് മുമ്പാണ് ഹരിയാനയിൽ മറ്റൊരു CLCയുടെ നിർമ്മാണം പൂർത്തീകരിച്ച് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞത്. ഈ ജാരിയയുടെ ഫണ്ട് പ്രധാനമായും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ദേശീയ തലത്തിൽ കമ്മ്യൂണിറ്റി ലേണിംഗ് സെൻറ്റർ നിർമ്മിക്കാനും തിരുവനന്തപുരം RCCക്ക് വേണ്ടിയൊക്കെയാണ് നാം ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ജാരിയ കാലയളവിൽ തന്നെ 2ാമത്തെ CLCയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സഹകരിച്ച എല്ലാ സഹോദരങ്ങൾക്കും, പ്രത്യേകിച്ച് ദുബായ് സ്റ്റേറ്റ് SKSFന് അതിനുവേണ്ടി പ്രയത്നിച്ച സഹായിച്ച എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. ജോലിയിലും കച്ചവടത്തിനും കുടുംബത്തിനും അള്ളാഹു റാഹത്തും ബർക്കത്തും സലാമത്തും പ്രദാനം ചെയ്യട്ടെ. വീണ്ടും ആരോഗ്യവും സമയം സമ്പത്തും ഇത്തരം നല്ല പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നിരവധി CLCകൾ ഇനിയും നിർമ്മിക്കേണ്ടതുണ്ട്. അതിലൊക്കെ തന്നെ നിങ്ങളെല്ലാവരുടെയും പരിപൂർണമായ സഹായം, സഹകരണ പ്രാർത്ഥന ഉണ്ടാവണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അലാ കുല്ലി ഹാൽ. മാഷാ അല്ലാഹ്, ഇന്ന് കേരളീയ മുസ്ലിം സമൂഹത്തിലെ സമസ്തകളുടെ ജംഇയ്യത്തുൽ അതിൻ്റെ ആശയാദർശങ്ങളെ യഥാവിധി അനുസരിക്കുന്ന, ഉൾക്കൊള്ളുന്ന സമസ്ത സ്നേഹികളാകുന്ന ഓരോ പ്രവർത്തകർക്കും പെരുന്നാൾ രാവ് പോലെയുള്ളൊരു രാവാണ് ഇന്ന് കഴിഞ്ഞ രാവ്. ബഹുമാനപ്പെട്ട സമസ്തകളുടെ ജംഇയ്യത്തുൽ ഏറ്റവും സുപ്രധാനമായ അതിൻ്റെ പ്രവർത്തന മേഖലയിൽ താങ്ങും തണലുമായി നിൽക്കുന്ന അതിൻ്റെ വിദ്യാർത്ഥി പ്രസ്ഥാനം SKSF എന്ന ഈ പഞ്ചാക്ഷരി പുതുചരിതം രചിച്ചിരിക്കുകയാണ് ഇന്നത്തെ രാത്രിയോട് കൂടി. മതബൗദ്ധിക വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ സജീവമാകുന്നതോടൊപ്പം സമൂഹത്തിലെ ആലംബഹീനരായ, അശരണരായ, രോഗികളായ ആളുകളെ ചേർത്ത് പിടിച്ച് സമൂഹത്തിലെ സേവന പദ്ധതികളുടെ ഏറ്റവും നല്ല മാർഗദർശികളായി, അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണങ്ങളായി പ്രവർത്തന മേഖലയിൽ വലിയ ചരിത്രങ്ങൾ രചിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരം പ്രവർത്തനങ്ങളുടെ ഭാഗമായി പല പദ്ധതികളും ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ കുറച്ചാഴ്ചകളായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് പദ്ധതികളുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സമസ്ത കേരള സുന്നി സ്റ്റുഡൻ്റ് ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി ആവിഷ്കരിച്ച ജാരിയ എന്ന ഫണ്ട് ശേഖരണം അത്ഭുതകരമായ ഒരു ചരിത്രം രചിച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ തന്നെ ഒരു മതധാർമ്മിക പ്രസ്ഥാനത്തിന് ചെയ്തെടുക്കാൻ കഴിയാത്ത വലിയൊരു ചരിത്രമാണ് SKSF തീർത്തിട്ടുള്ളത്. ജാരിയയുടെ ഭാഗമായി സമൂഹം, സുന്നി സമൂഹം ഈ SKSFനെ വിശ്വസിച്ചുകൊണ്ട് അതിലേക്ക് 9.5 കോടി രൂപ സമാഹരിക്കാൻ സമൂഹത്തിലെ പല തലങ്ങളിൽ നിന്നുള്ള സമസ്തയുടെ അനുഭാവികൾ, പ്രവർത്തകർ, അതിൻ്റെ അഭ്യുദകാംക്ഷികളാകുന്ന സുന്നി മക്കൾ എല്ലാ അർത്ഥത്തിലും ആ പദ്ധതിയോട് ചേർന്ന് നിന്ന് ഇന്ന് വലിയൊരു അത്ഭുതം സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാ, ഈ പ്രവർത്തനത്തിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. പ്രത്യേകിച്ചും ജാരിയയുടെ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള അതിൻ്റെ ആ വരവ് അത്ഭുതകരമായ ഈ അവസാന നിമിഷങ്ങളിൽ, മിനിറ്റുകൾക്ക് ഉള്ളിലാണ് ലക്ഷങ്ങൾ ആ ഫണ്ടിലേക്ക് ചേർന്ന് വരുന്നത്. കോടികൾ നൽകിയ ആളുകളുണ്ട്, ലക്ഷങ്ങൾ നൽകിയ ആളുകളുണ്ട്. സമൂഹത്തിലെ പാവപ്പെട്ട ആളുകൾ പോലും 50ഉം 10ഉം 100ഉം നൽകി ഈ മഹത്തായ പദ്ധതിയെ അവരേറ്റെടുത്ത് വിജയിപ്പിച്ചു എന്നത് സമസ്തയെ, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാകുന്ന SKSFനെ സമൂഹം വിശ്വസിക്കുന്നു, അവരെ എല്ലാ അർത്ഥത്തിലും ഉൾക്കൊള്ളുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ നിദർശനമായിട്ട് നമുക്കതിനെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഈ പദ്ധതി തുടങ്ങുമ്പോൾ ഇതിനെ കൊഞ്ഞനം കുത്തിയവർ, 1 കോടി പോലും തികയ്ക്കാൻ സാധിക്കൂല എന്ന് പറഞ്ഞ് ഇത്തരം പദ്ധതികളെ നിരുത്സാഹപ്പെടുത്തിയവർ ഇപ്പോൾ വിരല് കടിക്കേണ്ടത് അവസ്ഥയിലാണുള്ളത്. ആരെന്തു പറഞ്ഞാലും ബഹുമാനപ്പെട്ട സമസ്തകളുടെ ജംഇയ്യത്തുൽ ഉലമ, അതിൻ്റെ വിദ്യാർത്ഥി പ്രസ്ഥാനം, അതിൻ്റെ കീഴ്ഘടകങ്ങൾ എല്ലാം അജയ്യമാണെന്നും അതിനെ തകർക്കാനോ അതിനെ ഇല്ലായ്മ ചെയ്യാനോ
ഒരു രാഷ്ട്രീയ മാടമ്പിമാർക്കോ ഒരു സ്വഹാബി കൂട്ടങ്ങൾക്കോ സാധ്യമാകൂല എന്നതാണ് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നത്. ഏതായാലും സമസ്ത കേരള സുന്നി സ്റ്റുഡൻറ് ഫെഡറേഷൻ മുന്നോട്ട് വെച്ച ആ ജാരിയുടെ സമാപന സമയത്തുള്ള ആ രംഗം നമ്മളെ ഏറെ സന്തോഷപ്പെടുത്തുന്നു. കബൂൽ ചെയ്യട്ടെ. കുറച്ചവനെ ഇതുവരെ 9 കോടിയാക്കാൻ വേണ്ടി സഹകരിച്ച എല്ലാവരെയും നീ സഹായിക്കണേ അല്ല. അർഹമായ പ്രതിഫലം നൽകണേ അല്ല. ഉദ്ദേശം നിറവേറ്റി കൊടുക്കണേ അല്ല. അവർക്ക് 2 ലോകത്തും ഹൈറ് നൽകണേ അല്ല. കുറച്ചവൻ ഇതിന് സഹകരിച്ച എല്ലാവരെയും നീ സഹായിക്കണേ അല്ല. അല്ലാഹുവേ, അവരുടെ ഈ സദഖ നീ ജാരിയായ സദഖയാക്കണേ അല്ല. നാളെ പരലോകത്ത് അവരുടെ നന്മകൾ കനം തൂക്കുന്ന സദഖയാക്കണേ അല്ല. ഇൻഷാ അല്ലാഹ് ഇനി ഇത് മുന്നേറുകയാണ്. അല്ലാഹു തആല ഒരുപാട് മുന്നേറ്റങ്ങളിലേക്ക് എത്തിക്കട്ടെ. അബുദാബി കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയാണ് അവസാനം ഇപ്പോൾ 25,000 രൂപ കയറ്റിയത് 9 എത്തിച്ച് അൽഹംദുലില്ലാ. ഇനി ഇതുപോലെ 10 എത്തിക്കാൻ ആരൊക്കെ തയ്യാറായി നിൽക്കുന്ന പ്രതീക്ഷിക്കുക. ഇൻഷാ അല്ലാഹു തആല അത്ഭുതങ്ങൾ കാണാൻ തൗഫീഖ് നൽകണം. തങ്ങൾ പറഞ്ഞ് കഴിഞ്ഞ് അല്പം കഴിയുമ്പോൾ തന്നെ 9.5 കോടിയിലേക്ക് എത്തുന്ന രംഗമാണ്. അവർക്ക് വേണ്ടി തങ്ങൾ ദുആ ചെയ്യുന്ന രംഗമാണ് അടുത്ത് കാണുന്നത്. അല്ലാഹുവേ, നീ സഹായിക്കണേ അല്ല. നീ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ല. അർഹമായ പ്രതിഫലം നൽകണേ അല്ല. പടച്ചവനെ, ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും ഈ സുഹൃത്തത്തിൽ പങ്കാളികളായി കൊണ്ടിരിക്കുന്ന ഓരോ ആളുകൾക്കും നീ അർഹമായതൊക്കെ നൽകണേ അല്ല. അവരെ വിഷമങ്ങളെ നീക്കണേ അല്ല. രോഗങ്ങളെ ശിഫയാക്കണേ അല്ല. മരിക്കുന്ന സമയത്ത് ഈമാൻ കിട്ടാൻ സബബാകുന്നതാക്കണേ അല്ല.